നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ എപ്പോഴും വഴക്കുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അത് ഞാൻ നിങ്ങളുടെ ഓവറോൾ എനർജി, നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ എനർജി എന്താണ്, ഈ റിലേഷൻഷിപ്പിൻ്റെ എനർജി എന്താണെന്ന് നോക്കും. രണ്ടാമത്തത്, നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഫീലിങ്സ് എന്താണ്, അതുപോലെ അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്, നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിന്ന് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അവർ റിലേഷൻഷിപ്പിൽ നിന്ന് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് വഴക്കിടുന്നത്, അതുപോലെ അവർ എന്ത് കാരണം കൊണ്ടാണ് വഴക്കിടുന്നത്. അവസാനത്തെ ചോദ്യം നമ്മൾ ചോദിക്കാൻ പോകുന്നത്, എന്ത് ആക്ഷനാണ് നിങ്ങൾ എടുക്കേണ്ടത് ഈ പ്രശ്നം ഇല്ലാതാക്കാൻ, ഈ വഴക്ക് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത്, മനസ്സിലായി? അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നോക്കുന്നത്. ഇത് ഒന്നാമത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ്, കേട്ടോ. അപ്പോൾ ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യിപ്പിക്കാൻ നോക്കരുത്. പിന്നെ പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കോൺടാക്ട് ചെയ്താൽ മതി, കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ കാർഡാണ്, ഞാൻ റീഡിങ്ങിലേക്ക് പോവുകയാണ്. ഇത് 2, ഇത് 3. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ റിവ്യൂവാണത്. ആദ്യം നമുക്ക് ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഭഗവാനെ, നിങ്ങളുടെ ഈ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഓറക്കിൾ മെസ്സേജാണ് നമുക്ക് വേണ്ടത്. നമ്മൾക്ക് ആ മെസ്സേജ് തന്ന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഓം നമഃ ശിവായ, 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 ഭഗവാനെ ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. കാർഡ് വീഴാൻ പോയി, പക്ഷെ അത് തട്ടി മാറി. കാർഡ് മറിയണം, ഇങ്ങനെ വന്നാൽ മീൻസ് കാർഡ് മറിയാതെ വന്നാൽ ഞാൻ എടുക്കില്ല. എനിക്കത് അത്ര വലിയ പെർഫെക്റ്റായിട്ട് തോന്നാറില്ല. അതൊരു മെസ്സേജായിട്ട് എനിക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് കാർഡ്സ് കുറേ ഇങ്ങനെ വീണാലും മറിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ എടുക്കാത്തത്. കൊണ്ടാണ് ഭഗവാനെ. അല്ല, ഇങ്ങനെ വീണിട്ട് കാര്യമില്ല, എനിക്കത് മറിഞ്ഞ് വീഴണം. എനർജി വരുന്നില്ല. നിങ്ങളുടെ കാർഡ് വരാൻ സമയമായിട്ടില്ലെന്ന് തോന്നുന്നുണ്ട്. വന്നു. ഓക്കെ, ഒരു കാർഡാണ് വന്നേക്കുന്നത്. ഈ ഒരു കാർഡ് അത് ഞാൻ നിലത്തേക്ക് ഇട്ടപ്പോൾ, താഴത്തേക്ക് ഇട്ടപ്പോൾ അത് മറിഞ്ഞതാണ് അങ്ങനെ, പക്ഷെ അത് മറിഞ്ഞാണ് വന്നത്. ഭഗവാനെ, സ്നേക്ക് പ്യൂരിഫൈ ത്രൂ യുവർ ത്രോട്ട് ചക്ര. The snake represents the throat chakra and its significance in purifying everything that enters your body. Be mindful and attentive while communicating with others. അപ്പോൾ നമ്മളുടെ ശരീരത്തിലേക്ക് ഭക്ഷണം, ശ്വാസം മൂക്കിൽ കൂടെ പോയാലും അത് തൊണ്ടയിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ അതാണ് ഉദ്ദേശം എന്ന് എനിക്ക് ശരിക്കും അറിഞ്ഞുകൂടാ. പക്ഷേ എന്നാലും ഇത് ത്രോട്ടിനെ കുറിച്ചാണ് പറഞ്ഞത്, തൊണ്ടയെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഇത് രണ്ടും, നമ്മളുടെ ശ്വാസവും നമ്മളുടെ ഭക്ഷണവും നമ്മളുടെ ജീവിതത്തിൽ വെള്ളം കുടിക്കുന്നത് എല്ലാം ഈ തൊണ്ടയിൽ കൂടി വഴിയാണ് താഴത്തേക്ക് പോകുന്നത്. അപ്പോൾ അത് തൊണ്ടയ്ക്ക് അത് പ്യൂരിഫൈ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. ശിവഭഗവാനോട് കണക്റ്റഡ് ആണ്. കാരണം വിഷം കഴിച്ചു കഴിഞ്ഞപ്പോൾ അത് തൊണ്ടയിലാണ് നീലകണ്ഠൻ എന്നാണ് ശിവഭഗവാനെ വിളിക്കുന്നത്. അതിൻ്റെ ഒരു കണക്ഷൻ ആയിരിക്കാം. വേറെ കാര്യം പറയുന്നത്, നമുക്ക് കൂടുതൽ മനസ്സിലാകേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മറ്റുള്ളവർ, അപ്പോൾ തൊണ്ട വഴിയാണ് ശബ്ദം വരുന്നത്. അപ്പോൾ മറ്റുള്ളവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ ക്ലാരിറ്റിയോട് കൂടി വേണം. നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് തന്നെ മറ്റേയാൾക്ക് മനസ്സിലാക്കണം. അപ്പോൾ വളരെ സ്ഫുടതയോടും വളരെ ക്ലാരിറ്റിയോടും കൂടി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്, തെറ്റിദ്ധാരണകൾ ഉണ്ടാകും. അല്ലെങ്കിൽ മറ്റേയാൾക്ക് നമ്മൾ പറഞ്ഞത് ശരിയായിട്ട് മനസ്സിലാകണമെന്നില്ല.
റിലേഷൻഷിപ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കമ്മ്യൂണിക്കേഷനാണ്. നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് തന്നെ പറയണം. അതല്ലാതെ നമ്മൾ ഒന്ന് ഉദ്ദേശിച്ചിട്ട് വേറെ ഒന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ കൂടും കേട്ടോ. അപ്പോൾ ഈ കാർഡ് നിങ്ങൾ തമ്മിലുള്ള എനർജിയാണ്. 10 of Wands ആണ്. 10 of Wands എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദുർഘടം പിടിച്ച ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ. പക്ഷേ എന്നാലും നിങ്ങൾ രണ്ടുപേരും ഇതിനെ താങ്ങി നിർത്തിയേക്കുകയാണ് പല പല കാരണങ്ങൾ കൊണ്ട്. നിങ്ങളുടെ പേഴ്സണൽ ഒരു ഉദ്ദേശം ഉണ്ടാവും, നിങ്ങൾക്കൊരു ഉദ്ദേശം ഉണ്ടാവും. എന്തായാലും ഇത് വിട്ട് കളഞ്ഞിട്ടില്ല നിങ്ങൾ ഇതുവരെ. രണ്ടുപേരും ആ പ്രശ്നങ്ങളിൽ കൂടെ തന്നെ ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്ന പോലെയാണ് കേട്ടോ. നമുക്ക് ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. 10 of Wands എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. 10ൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 10 ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്, ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. 1 to 10 അത് കഴിഞ്ഞാൽ പിന്നെ 1 തുടങ്ങണം, അങ്ങനത്തെയാണ്. അപ്പം 10 എന്ന് പറഞ്ഞാൽ ഒരു സിറ്റുവേഷൻ്റെ അവസാനമാണ്. അപ്പം നിങ്ങൾ കുറച്ച് വർഷങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പോൾ ഇത് ഈ കഷ്ടപ്പാടുകളിൽ കൂടെ നിങ്ങൾ പോയി വന്ന് ഇപ്പോൾ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഒരു റിലേഷൻഷിപ്പ് ഒരു 10-40 വർഷം പഴക്കമുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും, ഭാര്യയും ഭർത്താവും ആണെങ്കിലും, അല്ലെങ്കിൽ ഏത് റിലേഷൻഷിപ്പ് ആണെങ്കിലും, ലിവ് ഇൻ ആണെങ്കിലും, എന്തായാലും ആളുകൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവുക. സ്നേഹം ഉണ്ടാവണം എന്നില്ല അവിടെ, പക്ഷേ കംഫർട്ടബിൾ ആണ് റിലേഷൻഷിപ്പ്. എന്താ പറയുക, അറിയുന്ന ശത്രുവിനെ നമുക്ക് കൂടെ നിർത്താം, അറിയാത്ത ബന്ധുവിനെ എങ്ങനെ നിർത്താം, അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ട്. അതുപോലത്തെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് തള്ളി മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ് പറയുന്നത്. നമുക്ക് എന്തായാലും ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. നിങ്ങളുടെ സകല ശക്തിയും എടുത്തിട്ടാണ് നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് റിലേഷൻഷിപ്പിൽ. നിങ്ങൾക്ക് തമ്മിൽ പൊരുത്തക്കേടുകളുണ്ട്. പക്ഷെ ആ പൊരുത്തക്കേടുകളെല്ലാം നിങ്ങൾ പറഞ്ഞു തീർക്കുകയോ അടിച്ചു തീർക്കുകയോ എന്തൊക്കെയോ ചെയ്തിട്ടാണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോകുന്നത് കേട്ടോ. കുറേ കൺഫ്യൂഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത്രയും വർഷമായിട്ട് തമ്മിൽ മനസ്സിലായിട്ടുണ്ടാവില്ല, പല കാര്യങ്ങളുണ്ട്. ഇവിടെ ജെമിനായി കാണിക്കുന്നുണ്ട്, ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ സൈഡ് നമ്മൾ നോക്കുകയാണ്. എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഫീലിങ്സ്? നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഫീലിങ്സ് എന്താണ്? അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഫീലിങ്സ് എന്താണ്? നിങ്ങൾക്ക് ഈ പേഴ്സണിന് പേടിയാണെന്ന് പറയാൻ ഓക്കെ. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും. എന്ന് വെച്ചാൽ എപ്പോഴാണ് ദേഷ്യം വരിക, എപ്പോഴാണ് സന്തോഷം കാണിക്കുക, എപ്പോഴാണ് സ്നേഹിക്കുക, ഇതൊന്നും നിങ്ങൾക്കറിയില്ല. എപ്പോഴും ഒരു പൊട്ടിത്തെറി പ്രതീക്ഷിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ പേഴ്സണുമായി, ഇത്ര വർഷമായിട്ടുള്ള പഴക്കമുള്ള ജീവിതമാണല്ലോ, അപ്പോൾ ഒരു പൊട്ടിത്തെറി പ്രതീക്ഷിച്ചിട്ടാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലൊരു ചിന്തയുണ്ട്, എനിക്ക് ഈ പേഴ്സണെ മാറ്റാൻ പറ്റില്ല, ഞാൻ ഇതായിട്ട് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാണ് നിങ്ങളുടെ പേഴ്സണോട് സംസാരിക്കുകയും ഇടപഴകുകയും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഈ പേഴ്സണെ കുറിച്ച് അത്ര വലിയ പോസിറ്റീവായിട്ടുള്ള ഇതൊന്നുമില്ല. എന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങളെ വേദനിപ്പിക്കുന്ന വർത്തമാനം പറയുന്ന ആളായിരിക്കാം. അപ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഇതല്ലാതെ വേറൊരു വഴിയില്ല, ഞാനിവിടെ തന്നെ ജീവിക്കേണ്ടി വരും, അപ്പോൾ ഞാൻ കുറച്ച് ശ്രദ്ധിച്ച് ജീവിക്കണം, അല്ല ഇതും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പോകാൻ വേറെ ഇടമില്ല എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുള്ള പോലെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഫീലിങ്സ്. അപ്പോൾ പേഴ്സണെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പേടിച്ചാണ് ജീവിക്കുന്നത്. ഇവിടെ ഏരീസ്, ലീവ്, സജിറ്റേറിയസ്, അക്വേറിയസ്, ലിബ്ര, ജെമിനി. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണെന്ന് നോക്കാം. 4 കാർഡാണ് വന്നേക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഭയങ്കരമായിട്ട് മൈൻഡ് ഗെയിംസ് കളിക്കുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു എന്താ പറയുക, ഒരു നിസ്സഹായത നിങ്ങളുടെ പേഴ്സണ് മനസ്സിലാകുന്നുണ്ട്. അത് ശരിക്കും മിസ്യൂസ് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഭാര്യയും ഭർത്താവുമാണ്, എംപററും എംപ്രസും. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിചാരിക്കുന്ന ഒരു എംപ്രസ് ആയിട്ടാണ്, ഈ പേഴ്സൺ ചേർന്ന ഒരാളായിട്ടാണ്. അതേസമയം
ഈ പേഴ്സൺ നിങ്ങൾ വിചാരിക്കുന്നത് ഓ ഞാൻ ഭയങ്കര പാവമാണ്, നിങ്ങൾ ഭയങ്കര പാവമാണ്, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ് ഈ പേഴ്സണെ എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷേ ഈ പേഴ്സൺ പറയുന്നത് നിങ്ങൾ ഈ പേഴ്സണെ പോലെ ഈക്വലി സ്റ്റബേൺ ആണ്, ഈക്വലി ക്രൂവലാണ്, ഈക്വലി മൈൻഡ് ഗെയിംസ് കളിക്കുന്ന ഒരാളാണെന്നത്. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് വിചാരിക്കുന്നതും ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് വിചാരിക്കുന്നത് രണ്ടും രണ്ട് കാര്യങ്ങളാണ്, മനസ്സിലായി? പക്ഷേ ഈ കാര്യങ്ങളൊന്നും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുന്നില്ല, ഇതെല്ലാം സീക്രട്ടായിട്ട് വെച്ചേക്കുകയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളൊരു എംപ്രസ് ആയിട്ട് ഈ പേഴ്സണിൻ്റെ ഈക്വൽ ആയിട്ടാണ് കാണുന്നത്. രണ്ടുപേരും ഒരേപോലെ കട്ടയ്ക്ക് വഴക്കിടും. നിങ്ങളിവിടെ പറയുന്നത് നിങ്ങൾ ഭയങ്കര നിഷ്കളങ്കമായിട്ട് നിൽക്കുന്ന ഒരാളാണ്, പക്ഷെ നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് കട്ടയ്ക്ക് നിൽക്കുന്ന ആളാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കോമ്പറ്റീഷൻ വരുന്നത്, മനസ്സിലായോ? ഒരാൾ ഇപ്പം എന്താ പറയുക, ചിലർക്ക് അത് ഒരു സ്മാർട്ടായ ആളുകൾ എന്ത് പറയും, ഒരു ജീവിതത്തിൻ്റെ മുമ്പോട്ടുള്ള പോക്കിന് സ്മാർട്ടായ ആളുകൾ, ഇപ്പം സാധാരണ പെണ്ണുങ്ങളുടെ അടുത്ത് നിന്ന് അടി മേടിക്കുന്ന ആണുങ്ങളുണ്ട്, ആണുങ്ങളുടെ അടുത്ത് നിന്ന് അടി മേടിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. സ്മാർട്ടായ പെണ്ണുങ്ങളും ആണുങ്ങളും എന്ത് ചെയ്യും, അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് ആ സംസാരത്തിനെ കൊണ്ടുപോകാതെ നോക്കും. പക്ഷേ അത്ര സ്മാർട്ടായിട്ടല്ല അവരല്ലാതെ ഒരു ഈഗോ വെച്ചുകൊണ്ടിരിക്കുന്നവരെന്ത് ചെയ്യും, അത് വലിച്ചു നീട്ടി അവിടെ കൊണ്ടുപോകും. അപ്പോൾ രണ്ട് സൈഡിലും അടിയുണ്ടാവും, കിട്ടണത് വാങ്ങിച്ച് മിണ്ടാതിരിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളെന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നത് അയ്യോ ഞാനിതിനകത്ത് പെട്ടുകിടക്കുകയാണ്, ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാനൊരു പാവമാണെന്നാണ് നിങ്ങൾ പറയുന്നത്, മനസ്സിലാവുണ്ടോ? എന്നുവെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറ്റപ്പെടുന്നത്, നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് നിങ്ങളും ഈക്വലി എൻ്റെ പോലെ തന്നെയാണ് നിങ്ങളും എന്നാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുന്നത്. പക്ഷേ പേഴ്സൺ പറയുന്നില്ല, അത് നിങ്ങളോടത് പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. എപ്പോഴും നിങ്ങൾ നോക്കുമ്പോൾ പേഴ്സൺ ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റിലേക്കാണ് വരുന്നത്, ഒരു വഴക്കുണ്ടാക്കാനുള്ള ഒരു സ്പിരിറ്റ്. കാരണം ഒരു സിനിമയിൽ കൽപ്പനയാണെന്ന് തോന്നുന്നു, ഭർത്താവിന് എനിക്ക് വിജയരാഘവനാണ് ആരോന്നറിയില്ല, അവർ വന്ന് കയറി രണ്ടുപേരും അടിയാണ്. അപ്പം ദിലീപിൻ്റെ സിനിമയാണ്, അതായത് സിനിമയുടെ പേര് ഓർമ്മയില്ല, എന്നിട്ട് ദിലീപാണെന്നാണ് തോന്നുന്നത്. പറയും ഈ പേഴ്സൺ ഭർത്താവ് വന്ന് കയറുമ്പോൾ ഉടനെ ഭാര്യ വായിൽ വെള്ളം വെച്ചിട്ട് നിൽക്കണം, തുപ്പരുത്. അപ്പോൾ 2 ദിവസം അതുപോലെ നോക്കാൻ പറയും. അപ്പം ഭർത്താവ് കയറി വരുമ്പോൾ ഇയാൾ തുടങ്ങും വഴക്ക്, ഭാര്യയുടെ വായിൽ വെള്ളം ഇരിക്കുന്നത് തുപ്പാൻ പാടില്ല, അതുകൊണ്ട് പിടിച്ചു നിൽക്കും. 2 ദിവസം അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഭാര്യയ്ക്ക് ശീലമാവും. പിന്നെ 3-ാം ദിവസം ഇയാൾ ചിലവറാന്ന് പറയുകയും ചെയ്യും, ഭാര്യ മൈൻഡ് ചെയ്യില്ല, മനസ്സിലായി? അപ്പം തന്നെ അയാൾ നിർത്തും. ആ ഒരു സിറ്റുവേഷനിലേക്ക് പോകേണ്ട സിറ്റുവേഷനാണ് നിങ്ങൾ. അപ്പോൾ ഇതുപോലത്തെ ഏകദേശം ഒരു സിറ്റുവേഷനാണ് നിങ്ങളുടെ. എന്തായാലും നിങ്ങളുടെ ഭർത്താവ് അത് തുറന്ന് പറയുന്നില്ല. ചിലപ്പോൾ ആ പേഴ്സൺ ഉള്ളിൽ കാര്യങ്ങൾ ഒതുക്കുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിന്ന് എന്താണ് എക്സ്പെക്റ്റ് ചെയ്തത്? നിങ്ങളൊരു റിലേഷൻഷിപ്പിലേക്ക് കയറിയപ്പോൾ നിങ്ങൾ എന്ത് എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് കയറിയത്? നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് റിലേഷൻഷിപ്പിലേക്ക് കയറിയത്. അപ്പോൾ നമുക്ക് കോൺഫിഡൻസ്, ഓവർ കോൺഫിഡൻസ് ചില സമയത്ത് വരുന്നത് ഇപ്പം നമ്മളെ ശരിക്കും നമ്മൾ മനസ്സിലാക്കാത്തപ്പോഴാണ്. ഞാൻ എല്ലാ സിറ്റുവേഷനിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ സ്വയം പറഞ്ഞ് സമാധാനിപ്പിക്കുകയല്ല വേണ്ടത്. എന്നെ ഞാൻ അറിയണം, എന്നിലുള്ള തെറ്റുകൾ, എന്നിലുള്ള കുറവുകൾ ഞാൻ അറിയുമ്പോഴാണ് എനിക്ക് അതനുസരിച്ച് എൻ്റെ ജീവിതത്തിനെ മാറ്റിമറിക്കാൻ പറ്റുന്നത്. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾ തന്നെ ചില ആൾക്കാരുണ്ട്, ഞാൻ ഭയങ്കര പാവമാണ്, പുള്ളിയാണ് ഭയങ്കര ബഹളം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആരാണ് ഉത്തരവാദി എന്ന്. മനസ്സിലാവണം? എനിക്ക് മനസ്സിലാവാറുണ്ട്, മെജോറിറ്റി ആൾക്കാർക്ക് മനസ്സിലാവാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനോടെ വരുന്നുണ്ട്. നിങ്ങൾ ഈ സിറ്റുവേഷനെ മാനിപ്പുലേറ്റ് എനിക്ക് എങ്ങനെ എന്താ പറയുക, റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ഒരു കല്യാണം കഴിക്കുന്ന പെണ്ണിന് കല്യാണം കഴിക്കുന്ന ആണിനെ ഇഷ്ടമായിരിക്കും. പക്ഷെ എന്താ വിചാരിക്കുന്നത്, കോൺഫിഡൻറ്റ് കല്യാണം കഴിച്ച് ഞാൻ അവളെ മാറ്റിയെടുക്കും എന്നായിരിക്കും. അതുപോലെ പെണ്ണ് സ്നേഹിച്ച് ഒരാളെ ഇഷ്ടപ്പെട്ടു, അയാളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ ഫോഴ്സ് ചെയ്ത് അയാളെ തന്നെ കല്യാണം കഴിച്ചിട്ട്, അപ്പോൾ ഈ പെൺകുട്ടിയുടെ മനസ്സിൽ എന്താണ്, ഞാനത് കല്യാണം കഴിഞ്ഞ് ഇതൊക്കെ മാറും, ഞാൻ മാറ്റിയെടുക്കും എന്നൊരു കോൺഫിഡൻസ് ആണ്. ആ ഒരു കോൺഫിഡൻസ് ഇവിടെ കാണുന്ന പോലെ, മനസ്സിലായോ? ഓവർ കോൺഫിഡൻസ്. അതുമല്ല, നിങ്ങൾ ഇതിനകത്ത് സ്റ്റക്കായിരുന്നു. ഈ പേഴ്സണെ കണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടതാണോ അറിയില്ല. അപ്പോൾ ചേരില്ല എന്ന് മനസ്സിലാക്കിയിട്ടും നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് വന്നതാണ്. കാരണം നിങ്ങൾ വിചാരിച്ചു ഇത് ചേർത്തെടുക്കാൻ പറ്റുമെന്ന്. പക്ഷെ ഇപ്പം നിങ്ങളുടെ ചിന്തകളിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്, അല്ലേ? ഞാൻ ചെയ്തത് ശരിയായോ എന്നൊരു ചിന്ത നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ജെമിനി, പൈസസ് ആണ്. ഇവിടെ ഏരീസ്, ടോറസ്, ലിബ്ര, ക്യാൻസർ, ഇത്രയും സോഡിയക്സ് ആണ്. ഇവിടെ ജെമിനി ഭയങ്കര സ്ട്രോങ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് എക്സ്പെക്റ്റ് ചെയ്തത് ഓക്കെ, ഇപ്പോൾ റിലേഷൻഷിപ്പ് തോന്നുന്നില്ല, ഞങ്ങൾക്ക് പുള്ളിക്ക് എന്നെ ഇഷ്ടമാണ് അല്ലെങ്കിൽ ഇവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് തോന്നുന്നില്ല, പക്ഷെ കല്യാണം കഴിഞ്ഞ് ഇതൊക്കെ മാറും. എന്നുവെച്ചാൽ ഒരു ജോലിക്ക് പോവാതെ വെള്ളം അടിച്ച് ഉഴപ്പി നടക്കുന്ന ഒരു പയ്യനെ
കല്യാണം കഴിച്ചാൽ നന്നാവും എന്ന് പറഞ്ഞ് കെട്ടിച്ച് വിട്ടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പം പെൺപിള്ളേർക്ക് സൗകര്യമില്ല അതിന്, മനസ്സിലായോ? പണ്ട് അങ്ങനെയായിരുന്നു. അപ്പോൾ എല്ലാത്തിനും പയ്യന് മെൻ്റലി ഒരു റിട്ടാർഡ് ആയ ഒരു പയ്യൻ പക്ഷെ കല്യാണം കഴിഞ്ഞാൽ മാറും. പെൺകുട്ടിക്ക് മെൻ്റലി ഇതാണ്, ശാരീരിക പ്രശ്നങ്ങളുണ്ട് പക്ഷെ കല്യാണം കഴിഞ്ഞാൽ മാറും. ഇങ്ങനൊരു കോൺസെപ്റ്റ് നമ്മളുടെ നാട്ടിലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ പാരൻസ് കുറേ മാറി, ചിന്താഗതികൾ മാറി. അപ്പോൾ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതും അതുപോലെ തന്നെ, കല്യാണം കഴിഞ്ഞ് ഇതൊക്കെ ശരിയാവും, ഞാൻ മാറ്റിയെടുക്കും എന്ന് വളരെ കോൺഫിഡൻറ്റോട് പറയുന്ന ഒരു സിറ്റുവേഷൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്തായിരുന്നു? ഈ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നപ്പോൾ നിങ്ങളുടെ പേഴ്സണിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്തായിരുന്നു? ഒരു പുതിയ ബിഗിനിങ് ആണ്. അപ്പോൾ പേഴ്സൻ്റെ ലൈഫിൽ ചിലപ്പോൾ ബ്രേക്കപ്പ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം, പേഴ്സൺ ഹാപ്പി അല്ലായിരുന്നിരിക്കാം, ആ സമയത്ത് വരെ ആരും സപ്പോർട്ട് ചെയ്യാനില്ല. അതുവരെ ഒരു നോർമൽ ലൈഫ്, കല്യാണം കഴിഞ്ഞ് എൻ്റെ ആൾ വരുമ്പോൾ എൻ്റെ ലൈഫ് മാറും എന്നൊരു പോസിറ്റീവ് ഇതിലാണ് നിങ്ങളുടെ പേഴ്സൺ കല്യാണത്തിൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലേക്ക് വന്നത്. മനസ്സിലായി? പേഴ്സണ് ഒരു റിലേഷൻഷിപ്പ് എൻഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരു നിങ്ങളെ വിവാഹം കഴിക്കരുത്, നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലേക്ക് വന്നപ്പോൾ നന്ദി, ഇപ്പോൾ പുതിയൊരാളാണ്, എന്തായാലും ഞാൻ ഇതെല്ലാം മറന്നിട്ട് ഞാൻ ഈ പുതിയ റിലേഷൻഷിപ്പിലേക്ക് കയറും എന്നൊരു പ്രതീക്ഷയോടെയാണ് നിങ്ങളുടെ പേഴ്സൺ വന്നത്, ഒരു ന്യൂ ബിഗിനിങ്. അപ്പോൾ ഇവിടെ ഈ പേഴ്സൻ്റെ മനസ്സിൽ ഒരു ബ്രേക്കപ്പ് ഉണ്ടായ ആ സിറ്റുവേഷൻ ഉണങ്ങിയിട്ടില്ല, ആ മുറിവ് ഉണങ്ങിയിട്ടില്ല, ആ സമയത്താണ് വിവാഹം. പക്ഷേ ആ പേഴ്സൺ എന്നാലും സ്നേഹം അല്ലെങ്കിൽ ലവിനോട് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിനോടുള്ള വിശ്വാസം, അതല്ലെങ്കിൽ ചിലപ്പോൾ കല്യാണം കഴിക്കുക എന്നൊരു മസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ടാകും. വളരെ ട്രഡീഷണലായ ആളാണെങ്കിൽ ഇത്രയും പ്രായമായി 10-25 വയസ്സായി ജോലിയൊക്കെ ആയി സെറ്റിൽഡായി ഇനി ഒരു കല്യാണമൊക്കെ ആകാം എന്ന് ചിന്തിക്കുന്ന ടൈപ്പ് ഒരാളായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ, അതുമാവാം. അപ്പോൾ ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാം അവസാനിച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്നാൽ പിന്നെ ഒരു കല്യാണം കഴിച്ച് കളയാം അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലേക്ക് കയറാം, ഇതെങ്കിലും നന്നായിരിക്കും. അപ്പോൾ ഒരു റിസ്ക് എടുത്ത് വന്നതാണ് നിങ്ങളുടെ പേഴ്സൺ. വേറെ സ്കോർപിയോ കേട്ടോ. അങ്ങനെയായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ എക്സ്പെക്റ്റേഷൻ. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പേഴ്സണോട് ഫൈറ്റ് ചെയ്യുന്നത്? നിങ്ങളുടെ പേഴ്സണോട് എപ്പോഴും ഫൈറ്റ് ചെയ്യും. നിങ്ങൾക്ക് നിങ്ങൾ ചിലപ്പോൾ ഒരു ഷാഠ്യക്കാരനോ ഷാഠ്യക്കാരിയായ എനർജി ആയിരിക്കാം. ഇവിടെ ഒരു നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് ഒരു നിങ്ങൾ കൊടുക്കുന്ന അത്രയും ഒരു പാഷൻ നിങ്ങളുടെ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നില്ല. നിങ്ങൾ ഔട്ട് ഓഫ് ദി വേ, വെച്ചാൽ നമ്മളെല്ലാം നമ്മളെ വഴിക്കാണ് ചിന്തിക്കുന്നത്. ആ പേഴ്സൺ എന്ത് വേണമെന്നല്ല നമ്മൾ കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നമ്മളുടെ മമ്മിമാരാണെങ്കിൽ എല്ലാവരും നമുക്ക് ഇന്നത് ഭക്ഷണം കൊച്ചാകുമ്പോൾ ഇത് കൊടുക്കണം, നമുക്ക് വേണ്ട, കൊച്ചു കഴിക്കുന്നില്ല എന്നാലും വായിൽ തള്ളി വെച്ച് കൊടുക്കും, ഇതല്ലേ? അപ്പോൾ മെജോറിറ്റി ആളുകളും വലുതാവുമ്പോഴും മക്കളോടും ഭാര്യയോടും ഭർത്താവിനോടും ഒക്കെ ഇത് തന്നെ ചെയ്യാം. എത്ര പ്രായമായാലും അതേ ഇത് ചെയ്യും. അപ്പം നിങ്ങളുടെ പേഴ്സൺ എന്താണ് വേണ്ടതെന്ന് ചിന്തിക്കാതെ നിങ്ങൾ വിചാരിക്കുന്നത് ഇതാണ് പേഴ്സൺ ഇഷ്ടം എന്ന് വെച്ചാൽ നിങ്ങൾ ഇത് തന്നെ ചെയ്തു കൊടുക്കുകയാണ് പേഴ്സണ്. മനസ്സിലാവും? അപ്പോൾ പേഴ്സൺ അത് റെസിസ്റ്റ് ചെയ്യും, എനിക്കത് വേണ്ട. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ എന്തോരം കാര്യങ്ങൾ ചെയ്യുന്നു, ഒന്നും പേഴ്സൺ ഇഷ്ടമല്ല. എന്നാൽ പിന്നെ നിങ്ങൾ പേഴ്സണോട് ചോദിക്കുക എന്താണ് വേണ്ടത്, അത് ചെയ്യില്ല. മനസ്സിലാണ്? അവിടെയാണ് പ്രശ്നം. അപ്പം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ കൊടുക്കുന്ന അതേ സീരിയസ്നെസ്സിൽ എടുക്കുന്നില്ല. ഇതാണ് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാക്കുന്നത്, ഇതാണ് നിങ്ങളുടെ ഫൈറ്റിന് കാരണം. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ ജഡ്ജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചില സ്ത്രീകൾ ചില പുരുഷന്മാർ ഇങ്ങനെയാണ്, അപ്പുറത്തെ വീട്ടിലെ ചേട്ടനെ നോക്കിയിട്ട് അയ്യോ പുള്ളി എന്ത് നല്ലതാണ്, ഭാര്യ എങ്ങനെയാണ് നോക്കുന്നത്, എല്ലാ ബർത്ത്ഡേയും സാരിയൊക്കെ എടുത്ത് കൊടുക്കും. അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയോട് അപ്പുറത്തെ വീട്ടിലെ ചേച്ചി എന്ത് നല്ല ചേച്ചിയാണ്, അവിടെ എന്ത് ഇതിലാണ് ഭർത്താവിനെ നോക്കുന്നത്. ഇത് കമ്പാരിസൺ ആണ്, അത് ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ ഭർത്താവോ ഭാര്യയോ അപ്പുറത്തെ വീട്ടിലെ ഭർത്താവോ ഭാര്യയോ അല്ല. ഓരോരുത്തർക്കും ഓരോ ഇൻഡിവിജ്വൽ ഉണ്ട്, അവർ ഓരോ സിറ്റുവേഷനിൽ പെരുമാറുന്നത് അല്ലേ വ്യത്യാസമുണ്ട്. അപ്പോൾ മറ്റേയാളെ പോലെ നിങ്ങളുടെ ഭർത്താവ് പെരുമാറണം അല്ലെങ്കിൽ മറ്റേ സ്ത്രീയെ പോലെ നിങ്ങളുടെ ഭാര്യ പെരുമാറുന്നത് വല്ല അർത്ഥമില്ല. അപ്പോൾ നിങ്ങളെപ്പോഴും നിങ്ങളുടെ ഭർത്താവിനെയോ ഭാര്യയോ ആരാണോ നിങ്ങളുടെ ഓപ്പോസിറ്റുള്ള ആളാരാണ് അവരെ നിങ്ങളെപ്പോഴും ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കും. ആ കാര്യം കൊള്ളില്ല, നല്ല ഷർട്ട് എടുക്കാൻ അറിയില്ല, എപ്പോഴും ഇങ്ങനെ ഈ ഷർട്ട് ഇട്ടേ നടക്കുകയുള്ളൂ, അല്ലെങ്കിൽ പെരുമാറാൻ അറിയില്ല, അതില്ല ഇതില്ല, ചില എന്താ പറയുക, അത് പക്ഷേ മറ്റേയാൾക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ സത്യം പറയുന്ന ആളാണ് എന്ന് നിങ്ങൾ പറയും. പക്ഷേ ചില സത്യങ്ങൾ, അപ്രിയമായ സത്യങ്ങൾ പറയാതിരിക്കുന്നതാണ് നല്ലത്. കാരണം മറ്റൊരാൾക്ക് ഹേർട്ടാവും. അത് തന്നെ നമ്മളോട് തിരിച്ചു പറഞ്ഞാലോ, അപ്പോൾ നമ്മൾ ഭയങ്കര ഹേർട്ടാവും, ദേഷ്യം വരും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ ഭയങ്കരമായിട്ട് ജഡ്ജ് ചെയ്യുന്ന ആ പേഴ്സണെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. ഓരോ കാര്യങ്ങളും
ഇതുപോലെ ആയിരിക്കണം, അതുപോലെ ആയിരിക്കണം, ഇതാണ് അതാണ് ഇതാണെന്ന് നമ്മുടെ ഉള്ളിൽ, എല്ലാവരുടെ ഉള്ളിലും, മെജോറിറ്റി ആൾക്കാരുടെ ഉള്ളിൽ ഉള്ളതാണ്. വളരെ കുറച്ച് പേരെ മറ്റുള്ളവരെ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ അനുവദിക്കാറുള്ളൂ. ഇവിടെ അങ്ങനെ നിങ്ങൾ അനുവദിക്കുന്നില്ലെന്നാണ് അത് കാണിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവരെന്തുകൊണ്ടാണ് നിങ്ങളോട് ഫൈറ്റ് ചെയ്യുന്നത്? അവരെന്ത് കാരണം കൊണ്ടാണ് നിങ്ങളോട് ഫൈറ്റ് ചെയ്യുന്നത്? നിങ്ങൾ അവരെ അവളെന്നല്ല, ആണായാലും പെണ്ണായാലും അവരെ ഇമോഷണലി നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കും. നിങ്ങൾ കരഞ്ഞ് ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് എന്ന് പറയില്ലേ, കരഞ്ഞ് കാര്യം നടക്കാൻ പോകുന്നത്, ദേഷ്യപ്പെട്ട് കാര്യം നടക്കാൻ പോകുന്ന അങ്ങനത്തെ ഒരു ചിമ്മി മിണ്ടരുത് മിണ്ടരുത് മിണ്ടരുത്, അരി വേണ ചിമ്മിയോണ്ടിരുന്നു ഇവന് കുറച്ച് കൊഞ്ചല് കൂടുതലാണ്, മിണ്ടരുത് ചിമ്മി. അപ്പോൾ ഇമോഷണലി ആയിട്ട് കാര്യങ്ങൾ നടത്താൻ നേടിയെടുക്കാൻ നിങ്ങൾ പേഴ്സൺ ഒരു പ്രാവശ്യം പറയും എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ, ചിലർ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല എന്ന് തന്നെയാണ്. ചിലർ നമ്മൾ പുറകെ നടന്ന് കാല് പിടിച്ച് കഴിയുമ്പോൾ ഓക്കെ മനസ്സില്ലാതെ മനസ്സോടെ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ പേഴ്സണ് പോരാ പുറത്തേക്ക് കുറച്ച് അവിടെ ഇരുന്നോണം, അടി ചിമ്മി പൊച്ചോ അവൻ റീഡ് ചെയ്യാൻ സമ്മതിക്കില്ല, ഇറങ്ങടാ ഇറങ്ങടാ വാശിക്കാരാ, നല്ല വിട്ടോ ശലം വിട്ടോട്ടാ, സോറി കേട്ടോ, ഒരു തരത്തിൽ അവൻ റീഡ് ചെയ്യാൻ സമ്മതിക്കില്ല, അതിങ്ങനെ വരും കൊഞ്ചാനായിട്ട്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ പേഴ്സൺ ഒരു കാര്യം ഇഷ്ടമില്ലെങ്കിൽ, പേഴ്സൺ നിങ്ങൾ ചിലപ്പോൾ മനസ്സോടെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ടാവും, പക്ഷെ പേഴ്സൺ അത് ഇഷ്ടപ്പെടുന്നില്ല. അതാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ഭയങ്കര ഇമോഷണലായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ പേഴ്സണെ കൊണ്ട് സാധിപ്പിക്കാൻ നോക്കും. ആ പേഴ്സണെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ സാധിപ്പിക്കാൻ നോക്കും എന്നാണ് പറയുന്നത്. ആ പേഴ്സൺ ആണെങ്കിൽ ജോലി തിരക്കുള്ള ഒരാളാണ്, എല്ലാം സ്ലോ ആയിട്ട് ചെയ്യുന്നത്, നിങ്ങൾ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. മനസ്സിലായി? നിങ്ങളുടെ പേഴ്സൺ വളരെ വളരെ സ്ലോ ആയിട്ട് ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യുക, പറയുന്ന ഓരോ വാക്കും അളന്ന് തൂക്കി സംസാരിക്കുന്ന ഒരാൾ. അതുപോലെ തന്നെ ഓരോരുത്തരും പ്രയോറിറ്റി ഉണ്ട്. ജോലി ചെയ്യുമ്പോൾ ജോലി ചെയ്യുന്ന കാര്യം മാത്രം നോക്കാൻ പറ്റുന്ന ഒരാൾ. ഇമോഷണലി വേറെ, എല്ലാം വേറെയാണ് പേഴ്സൺ. ഒരു സമയത്ത് ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം അപ്പം തന്നെ നടക്കണം എന്ന് പറഞ്ഞിട്ട് ഈ പേഴ്സൺ കൂടുതലും പൈസ ഉണ്ടാക്കുന്നതിലാണ് ഇമ്പോർട്ടൻറ്റ്. പൈസ ഉണ്ടാക്കുന്നത് നിങ്ങൾക്കും ഫാമിലിക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പേഴ്സൺ പൈസ ഉണ്ടാക്കുന്ന കാര്യം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഈ പേഴ്സൺ എപ്പോഴും നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങളുടെ വെളിപ്പുറത്ത് ഉണ്ടാവണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഞാൻ എടുക്കുന്ന ജോലിയുടെ സീരിയസ്നെസ് മനസ്സിലാക്കുന്നില്ല മറ്റേ ആൾ എന്നാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഫൈറ്റ് ചെയ്യുന്നത് നിങ്ങളോട്. ഇത് സ്കോർപിയോ സോഡിയാക് സൈനാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സ്വഭാവത്തിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഉണ്ടാക്കേണ്ടത് കണ്ടോ എന്നാണ് നമ്മൾ ചോദിച്ചപ്പോൾ തന്നെ കാർഡ് വന്നു. അപ്പോൾ വീൽ ഓഫ് ഫോർച്യൂൺ റിവേഴ്സ് ആണ് വന്നേക്കുന്നത്. നിങ്ങൾ ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. നിങ്ങൾ ഭയങ്കര സ്റ്റബണാണ്. നിങ്ങളുടെ വാശി ജയിക്കണമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ സ്വഭാവം മാറ്റണം. അതുപോലെ തന്നെ നിങ്ങളുടെ സ്വഭാവം നിങ്ങൾ ഇമോഷണലാണ് ഭയങ്കര. അതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ കംപ്ലൈൻ ചെയ്യുന്നത് നിങ്ങൾ ഭയങ്കര ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ആളാണെന്ന്. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ പ്രാക്ടിക്കൽ ആവാം, ലോജിക്കലായിട്ട് ചിന്തിക്കുക. ഒരു പേഴ്സൺ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ഒരു കാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ അത് ഫുൾ കോൺസെൻട്രേഷൻ അതിൽ വെക്കണം. ഞാൻ ഈ പൂച്ചയെ ഓടിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പൂച്ച കരയുമ്പോഴും പൂച്ച ഇവിടെ കയറി ഇങ്ങനെ ഓടി നടക്കുമ്പോൾ എനിക്ക് ഡിസ്ട്രാക്ഷൻ ആവും, കാണുന്ന നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻ ആവും. മനസ്സിലാവണം? പിന്നെ അതെല്ലാം തട്ടി തെറിപ്പിക്കും. അപ്പോൾ ഞാൻ പൂച്ചയെ പുറത്തേക്ക് വിട്ടു. കാരണം ഇത് എനിക്ക് കറക്റ്റായിട്ട് റീഡ് ചെയ്യണം, കറക്റ്റ് എനർജി കിട്ടണം. അപ്പോൾ ഇത് തന്നെയാണ് എല്ലാ സിറ്റുവേഷനിലും. അപ്പോൾ നിങ്ങൾ കുറച്ച് ലോജിക്കലും പ്രാക്ടിക്കലും ആയിട്ട് ചിന്തിക്കുക, കുറച്ച് തല കൊണ്ട് ചിന്തിക്കണം. എപ്പോഴും ഹാർട്ട് കൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇമോഷണലായിട്ട്. അപ്പോൾ ചിലർ കണ്ടിട്ടുണ്ടാവും, നമ്മളെ ഒരു പ്രാവശ്യം വിളിക്കും, നമ്മളിപ്പോൾ നടന്നു പോകണമെങ്കിൽ പുറകിൽ നിന്ന് ഒരു പ്രാവശ്യം വിളിക്കും, നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല, 2 പ്രാവശ്യം വിളിക്കും. അപ്പോൾ ഇത്തിരി ഒരു കോമൺ സെൻസ് ഉള്ള ആളാണെങ്കിൽ വാല കേട്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ട് ആയിരിക്കും അപ്പോൾ പിന്നെ നോക്കാം എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കും. പക്ഷെ ചിലരങ്ങനെയല്ല, പുറകെ നടന്ന് വാശി, ഞാൻ ഇന്നലെ, ഇപ്പം നാളെ നമ്മളെ കാണുമ്പോൾ ഞാൻ ഇന്നലെ കണ്ടിട്ട് കുറേ വിളിച്ചു, നിങ്ങൾ നോക്കിയില്ല എന്നേ പറയുള്ളൂ. അത് കുറ്റപ്പെടുത്തലാണ്. അത് നിങ്ങൾക്കുള്ള സ്വഭാവമാണ്. കുറ്റപ്പെടുത്താൻ പാടില്ല. എന്ത് പറഞ്ഞാലും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന ഒരു മുനവെച്ച് സംസാരിക്കുന്ന നമ്മൾ പറയില്ലേ, അങ്ങനത്തെ ഒരു എന്തിനാണ് വരുന്നത്? അതിൻ്റെ ആവശ്യമില്ല. ഓരോരുത്തർക്കും അവരുടെ പെരുമാറ്റത്തിനുള്ള അവരുടെ. ഇപ്പോൾ ഓക്കെ ഇന്ന് പോകാൻ പറ്റില്ല, എന്നാൽ നിങ്ങൾ ഒറ്റയ്ക്ക് പൊക്കോ എന്ന് പറയുന്ന ചിലരുണ്ട്. നീ ഒറ്റയ്ക്ക് പൊക്കോ, എന്നെ കൊണ്ടുപോകണ്ട. നമ്മൾ അത്രയും കൂടി ഇമോഷണലായിട്ട് എന്തിനാണ് അതിനകത്ത് ഇൻവോൾവ് ആവുന്നത്? എല്ലാം പേഴ്സണലായിട്ട് എടുക്കേണ്ട കാര്യം എന്താണ്? ഇതാണ് നിങ്ങളുടെ പ്രശ്നം. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ സ്വഭാവത്തിൽ നിന്ന് മാറ്റണം. കുറച്ചും കൂടെ നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ
ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ, ബാക്കി സോഡിയാക് സൈനൊക്കെ ഞാൻ പറഞ്ഞത് തന്നെ കേട്ടോ. പൈസീസ്, അക്വേറിയസ്, സ്കോർപ്പിയോ, ജെമിനായി. ഇതിനവൻ അവിടെ കിടന്ന് കരയുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെ, ഇതാണ് ആദ്യത്തെ റീഡിങ്. ഞാൻ ഈ റീഡിങ് ഇവിടെ നിർത്തുകയാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ റീഡിങ്ങിലേക്ക് പോവാം. രണ്ടാമത്തെ റീഡിങ് നിങ്ങൾ തമ്മിലുള്ള ഓവറോൾ എനർജിയാണ്. നമുക്ക് ആദ്യം ഓറക്കിൾ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഭഗവാനെ, ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഒരു മെസ്സേജാണ് വന്നിരിക്കുന്നത്. Divine intervention. Worship God for His divine intervention to avoid any sort of disaster or problem and make things and people in your favor. അപ്പോൾ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ മാറണമെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ അതിൽ വേണമെന്ന് പറയുന്നുണ്ട് ഇവിടെ കേട്ടോ. കാരണം എല്ലാവരും നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന പോലെ ഒരു തോന്നൽ നിങ്ങൾക്കുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും പ്രവൃത്തിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും, പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്യാവശ്യമാണെന്നാണ് പറയുന്നത്. അതിന് പ്രാർത്ഥിക്കുക. എന്താണ് നിങ്ങൾ തമ്മിലുള്ള ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ നിങ്ങൾ തമ്മിലുള്ള ഓവറോൾ എനർജി 9 of Wands ആണ്. 9 of Wands എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പിൽ എപ്പോൾ പ്രശ്നം ഉണ്ടാവും എന്നൊരു സിറ്റുവേഷൻ. രണ്ടുപേരും കുറച്ചൊരു വേറി ആയിട്ടാണ് മറ്റേ ആൾ. വേറി, WEARY. വേറി എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ശ്രദ്ധിച്ചാണ് നിങ്ങൾ രണ്ടുപേരും. അപ്പോൾ വളരെ ഫോർമലായ റിലേഷൻഷിപ്പാണ് തമ്മിൽ. എന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ റെസ്പെക്റ്റ് ചെയ്യുന്ന ആളുകളായിരിക്കാം. മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ടാവാം നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിൽ. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് രണ്ടുപേരും തമ്മിൽ സംസാരിക്കും. വളരെ റെസ്പെക്റ്റോടുകൂടി സംസാരിക്കുന്ന രണ്ടുപേരായിരിക്കാം. അപ്പോൾ തമാശ പറയുന്നതൊക്കെ കുറവായിരിക്കും. മറ്റേയാളെ കളിയാക്കാനൊക്കെ, ഒരാൾക്ക് മറ്റേയാളെ കളിയാക്കാനൊക്കെ പേടിയുണ്ടാവും. ഒരു കണക്കിന് അത് നല്ലതാണ്. മ്യൂച്വൽ റെസ്പെക്റ്റ് റിലേഷൻഷിപ്പിന് അത്യാവശ്യമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പക്ഷെ നിങ്ങൾ തമ്മിൽ ലവ് ഇല്ല എന്നാണ് പറയുന്നത്. ഇതൊരു നിങ്ങൾ റിലേഷൻഷിപ്പിലാണ്, പക്ഷെ നിങ്ങൾ തമ്മിൽ സ്നേഹബന്ധമല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്ന രണ്ടുപേരാണ്. ഇവിടെ സ്നേഹമല്ല, ലവേഴ്സ് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ചെറിയൊരു പെശക്, എന്തോ ഒരു പെശക് എവിടെയോ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ എന്താ പറയുക, ചൂടുള്ള കനലിൽ നടക്കുന്ന അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ മുകളിൽ നടക്കുന്ന നമ്മൾ വളരെ സൂക്ഷിച്ച് നടക്കില്ലേ, അതുപോലത്തെ ഒരു സിറ്റുവേഷനാണ്. നോക്കാം നമുക്ക് എന്താണ് സിറ്റുവേഷൻ. അപ്പോൾ നിങ്ങളുടെ തമ്മിലുള്ള ഫീലിങ്സ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ചാരിയറ്റ്. നിങ്ങളൊരു മൂവ്മെൻറ്റ് ആഗ്രഹിക്കുന്നുണ്ട്. റിലേഷൻഷിപ്പ് സ്റ്റക്കായിരിക്കും. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്റ്റക്കായിരിക്കും. എന്ന് വെച്ചാൽ ഒരു വേറൊരു കാര്യം ഇവിടെ കാണിക്കുന്നത് വെച്ചാൽ നിങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ ആക്ഷൻ എടുക്കുന്നുണ്ട്, കൂടുതൽ ആക്ഷൻ എടുക്കുന്നുണ്ട്. പക്ഷെ പുള്ളിയോ ആ സ്ത്രീയോ ഒരു ഡയറക്ഷൻ ശരിയല്ല. അവർ കുറേ കാര്യങ്ങൾ ചെയ്ത് കൂട്ടുന്നു, പക്ഷെ അതിന് റിസൾട്ട് വരുന്നില്ല. അതെന്തുകൊണ്ടാണ്? നിങ്ങളുടെ ഒരു കൈകടത്തൽ അതിലില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ എൻ്റെ ഇൻവോൾവ്മെൻറ്റ് അതിനകത്തില്ല. അപ്പം ചിലർ പറയുന്ന കേട്ടില്ലേ, സാധനങ്ങളൊക്കെ മേടിക്കും, എന്നോട് ചോദിക്കില്ല ഏതാ മേടിക്കണമെന്ന്, എന്താണ് മേടിക്കാൻ പോകുന്നത്, ഒരു കാര്യം സംസാരിക്കില്ല, ചെന്ന് അങ്ങോട്ട് ചെയ്തേക്കും. അത് കഴിഞ്ഞിട്ടാണ് വീട്ടിൽ വരുമ്പോഴാണ് ഞങ്ങൾ കാണുന്നതെന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ പോലെ. അപ്പം നിങ്ങളുടെ പേഴ്സൺ അതുപോലെയാണ് എന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണിൻ്റെ ലൈഫിൽ കുറച്ചൊന്ന് ഇൻവോൾവ് ചെയ്യണം എന്നുണ്ട്. പക്ഷേ ഈ പേഴ്സൺ അനുവദിക്കുന്നില്ല നിങ്ങളെ. ആ ഒരു കാര്യം കാണിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണിൻ്റെ ക്യാൻസർ സോഡിയാക് സൈനാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ചിട്ട് എന്താണ് വിചാരിക്കുന്നത്?
നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങൾ ഭയങ്കര ഇമ്മച്ചുവേർഡാണെന്ന് വിചാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എക്സ്പീരിയൻസിൽ നിന്ന് പഠിക്കുന്നില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് കുറേ എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്, പക്ഷേ നിങ്ങൾ അതിൽ നിന്ന് പഠിക്കുന്നില്ല. കാരണം നിങ്ങൾ ഒരു എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് വിട്ടിട്ട് നിങ്ങൾ അങ്ങോട്ട് പോരുക, അതിൽ നിന്ന് പാഠങ്ങൾ എടുക്കുന്നില്ല നിങ്ങൾ. അപ്പോൾ അതേപോലെ തന്നെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് റിപ്പീറ്റ് ആയിട്ടുണ്ടാവും. നിങ്ങൾ ആ പ്രശ്നം, ആ സിറ്റുവേഷൻ ഒഴിവാക്കാൻ നോക്കുന്നില്ല. കാരണം നിങ്ങളത് മനസ്സിലാക്കുന്നില്ല, എന്താ നടന്നത്, എന്തുകൊണ്ടാണ് നടന്നത്, എന്ത് ചെയ്യാതിരുന്നാൽ ആ പ്രശ്നങ്ങൾ ഒഴിവാക്കാമെന്ന് നിങ്ങൾ പഠിക്കുന്നില്ല. അതാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. നിങ്ങൾ ഭയങ്കര ഇമ്മച്ചുവേർഡാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ പേഴ്സണ് ഭയങ്കര ഇഷ്ടമാണെന്ന് വെച്ചാൽ ഭയങ്കര ഒരു എപ്പോഴും നിങ്ങളുടെ പേഴ്സണാണ് നിങ്ങളോട് റീകൺസിലിയേഷന് വരുന്നത്. അപ്പോൾ പ്രശ്നം നിങ്ങൾ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള, കുറച്ച് ശാഠ്യമുള്ള ഒരു ഇമ്മച്ചുവേർഡ് എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണാണ് നിങ്ങളുടെ പുറകെ വരുന്നത് സമാധാനിപ്പിക്കാനും ഒരു റീകൺസിലിയേഷന് വേണ്ടിയിട്ടെന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. കാരണം നിങ്ങൾ ഇപ്പോൾ ഒരാൾ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക് തരികയാണെങ്കിൽ നിങ്ങളത് നന്നായിട്ട് എടുക്കില്ല. എന്നോടുള്ള വൈരാഗ്യം കൊണ്ടാണ്, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആണെങ്കിലും അതെ ഫാമിലി ആണെങ്കിലും നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളോട് അസൂയ കൊണ്ടാണ് അവർ നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊന്നും പറയുന്നില്ല, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇടങ്കോലിടും എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ ഇമ്മച്യൂരിറ്റി ആണെന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. അക്വേറിയസ്, ക്യാൻസർ, ജെമിനായി, ഇത്രയും സോഡിയാക് സൈനാണ് ഇവിടെ വരുന്നത്. നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ എന്തായിരുന്നു റിലേഷൻഷിപ്പിൽ നിന്നുള്ള? നിങ്ങൾക്ക് ഫിനാൻഷ്യൽ റിക്കവറി, നിങ്ങൾ മെയിൻലി ഈ റിലേഷൻഷിപ്പിലേക്ക് വന്നത് ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടിന്, ഫിനാൻഷ്യലി ഇൻസെക്യൂർഡ് ആയിരുന്നു നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി വേണമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിലേക്ക് വന്നതെന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റിലേഷൻഷിപ്പുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. പലരും നിങ്ങളുടെ അടുത്ത് നിന്ന് പൈസ അടിക്കുകയോ സ്വർണം അടിച്ചു മാറ്റുകയോ നിങ്ങളെ പറ്റിച്ചോ പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു വ്യത്യാസം, അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്ത ആളുകളെല്ലാം നിങ്ങളെ പറ്റിച്ചു. അതുകൊണ്ടാണ് നിങ്ങൾ വീട്ടുകാർ ചിലപ്പോൾ ആലോചിച്ച് നടത്തിയ ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്നേഹമില്ലെങ്കിലും കുഴപ്പമില്ല, ബാക്കി എല്ലാ കാര്യം മതി എന്ന് നിങ്ങളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിലേക്ക് കയറിയത്. അപ്പോൾ സ്നേഹമില്ല, നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരാളാകുമ്പോഴത്തേക്കും പുതിയതായിട്ടുള്ള റിലേഷൻഷിപ്പ് തുടങ്ങാം. അപ്പോൾ അതുകൊണ്ട് പഴയ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യില്ല. കാരണം നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ കറക്റ്റായ ആളെയല്ല ചൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ വീട്ടുകാർക്ക് വിട്ടുകൊടുത്തിട്ട് അവർ ചൂസ് ചെയ്ത ആളാണിത്. അപ്പോൾ നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന്, നിങ്ങൾക്ക് റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ പറ്റും എന്നാണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ എക്സ്പെക്റ്റ് ചെയ്തത്. നിങ്ങളുടെ പേഴ്സണിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്തായിരുന്നു റിലേഷൻഷിപ്പിലേക്ക് വന്നപ്പോൾ? നിങ്ങളുടെ പേഴ്സൺ എപ്പോഴും എന്താ പറയുക, അങ്ങനെ വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ലാത്ത ആളാണ്. ഓക്കെ, ഈ പേഴ്സണും കുറേ ബാഡ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് റിലേഷൻഷിപ്പിൽ. അപ്പോൾ കാരണം നിങ്ങളുടെ പേഴ്സൺ പെർഫെക്ഷനിസം നോക്കുന്ന ആളാണ്. എല്ലാത്തിലും പെർഫെക്റ്റ് ആയിരിക്കണം. അല്ല, വിവാഹം കഴിക്കുന്ന ആളായാലും ഒരു ഡ്രസ്സ് ചൂസ് ചെയ്യുമ്പോൾ പോലും അത് പെർഫെക്റ്റ് ആയിരിക്കണം, എല്ലാം മാച്ച് ചെയ്യുന്നതായിരിക്കണം. അപ്പോൾ ഒരു വളരെ പെർഫെക്റ്റ്, ഒട്ടും ഫ്ലെക്സിബിൾ അല്ലാത്ത ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിലേക്ക് വന്നപ്പോൾ ഈ പേഴ്സൺ എന്താ പറയുക, ഈ റിലേഷൻഷിപ്പിൽ ഒരു ചോയ്സ് എടുക്കാനുള്ള ഒരു ചാൻസ് കിട്ടിയില്ല നിങ്ങളുടെ പേഴ്സണ്. മനസ്സിലായോ? അപ്പോൾ എപ്പോഴും സെൽഫ് ഡെവലപ്മെൻറ്റ്, സ്വന്തം കാര്യം ഇമ്പ്രൂവ് ചെയ്യണമെന്ന് മനസ്സുള്ള ഒരാളാണ്. അതുപോലെ വളരെ പിശുക്കുള്ള ഒരു ആളാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ കണ്ടപ്പോൾ നിങ്ങൾ വളരെ നോർമലായിട്ട്, വളരെ അത്ര വലിയ ആർഭാടമൊന്നും അല്ലാത്ത ജീവിതം ജീവിച്ചപ്പോൾ ഈ പേഴ്സൺ വിചാരിച്ചു നിങ്ങൾക്ക് വേണ്ടി അധികം പൈസ ചിലവാക്കില്ല. അപ്പോൾ അങ്ങനെയാണ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് ഈ പേഴ്സൺ വന്നത്. മനസ്സിലായോ? അപ്പോൾ തമ്മിൽ വേദം തൊമ്മൻ എന്ന് വിചാരിച്ച് വന്ന ആളാണ്. എപ്പോഴും സ്വന്തം കാര്യം നോക്കുന്ന വളരെ സെൽഫ് സെൻറ്റേർഡ് ആയ ഒരാളാണ് നിങ്ങളുടെ പേഴ്സൺ. എപ്പോഴും സ്വന്തം കാര്യം അതാണ് നോക്കുക. എനിക്കിതിൽ നിന്ന് എന്ത് കിട്ടാം, അതാണ് നിങ്ങളുടെ പേഴ്സൺ നോക്കുന്നത്. അങ്ങനെയാണ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് വന്നത്. അപ്പോൾ ചിലപ്പോൾ ആ സമയത്ത് നിങ്ങൾക്കൊരു ജോലി കിട്ടി, നിങ്ങൾ ആ പൈസ എല്ലാം സേവ് ചെയ്ത് നിങ്ങളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷനിൽ നിങ്ങൾ പതുക്കെ ഫിനാൻഷ്യലി ഭയങ്കര ബാഡായിരുന്ന സിറ്റുവേഷനിൽ നിങ്ങൾ പതുക്കെ റിക്കവർ ചെയ്ത് വരുന്ന സമയമായിരിക്കും. നിങ്ങൾക്ക് പുതിയതായിട്ടൊരു ജോലിയൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഈ പേഴ്സൺ വിചാരിച്ചു നിങ്ങൾ ഈ പേഴ്സണിൻ്റെ ലൈഫിൽ ഒരു മുതൽക്കൂട്ടാവുമെന്ന്. അതുകൊണ്ട് കൂടിയിട്ടാണ്
നിങ്ങളെ ചൂസ് ചെയ്തു. പല ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ഈ പേഴ്സണ്, പക്ഷെ നിങ്ങളെ ചൂസ് ചെയ്തു. അതാണ് ഉണ്ടായത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണോട് ഫൈറ്റ് ചെയ്യുന്നത്? എന്ത് കാരണം കൊണ്ടാണ്? മാരേജ് ഹാപ്പി അല്ല, അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ പ്രതീക്ഷിച്ചതൊന്നും നിങ്ങൾക്ക് കിട്ടിയതൊന്നും ജെമിനി ആണിത്. നിങ്ങൾ അതുപോലെ തന്നെ ഞാൻ ഈ പേഴ്സണിൻ്റെ ലൈഫിൽ എനിക്കൊരു കൺട്രോൾ കിട്ടിയാൽ എനിക്ക് പല കാര്യങ്ങളും എന്താ പറയുക, മിറക്കിൾസ് നടത്തിയെടുക്കാൻ പറ്റും ഈ പേഴ്സണിൻ്റെ ജീവിതത്തിൽ എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷേ ഈ പേഴ്സൻ്റെ ജീവിതത്തിൻ്റെ കൺട്രോൾ ഏൽപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ അത്ര ഹാപ്പി അല്ല ഈ മാരേജിൽ. മനസ്സിലാവുണ്ടോ? അപ്പോൾ അതൊരു പണിയാണ്. ഇവിടെ ജെമിനി സോഡിയാക് സൈൻ കാണിക്കുന്നുണ്ട്. അതിനാണ് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അത്ര സെൽഫ് കോൺഫിഡൻ്റ് അല്ല എന്ന് നിങ്ങൾക്കൊരു തോന്നലുണ്ട്. അതുപോലെ തന്നെ ഈ പേഴ്സൺ മാരേജിൽ അത്രയും ഇൻവോൾവ് അല്ല. ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ ഈ പേഴ്സൺ നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട് പ്രവർത്തിക്കുന്നില്ല. എല്ലാ കാര്യവും നിങ്ങൾ ഒറ്റയ്ക്ക് ഡീൽ ചെയ്യേണ്ടി വരുന്നു. അതാണ് ഇവിടെ ഒരു പ്രശ്നം. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫ്രീഡം തരുമ്പോൾ നിങ്ങൾ ആ ഫ്രീഡം തിരിച്ചു കൊടുക്കുന്നില്ല ഈ പേഴ്സണ്. നിങ്ങൾ ഈ പേഴ്സണിൻ്റെ ജീവിതത്തിൽ കൈകടത്തി ആ പേഴ്സണിൻ്റെ ലൈഫിന് ഒരു വഴി ഉണ്ടാക്കി കൊടുക്കണം, അല്ലെങ്കിൽ ശരിയായ ഒരു വഴി പിടിപ്പിച്ച് കൊടുക്കണം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ എന്ത് വേണം ചെയ്തോട്ടെ എന്നാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത്. അത് നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ട്. കാരണം നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങൾക്ക് ഒരു കൺട്രോൾ ഇല്ല, അത് നിങ്ങൾക്ക് പിടിക്കുന്നില്ല. നിങ്ങളുടെ പേഴ്സൺ എന്തുകൊണ്ടാണ് ഫൈറ്റ് ചെയ്യുന്നത് നിങ്ങളോട്? നിങ്ങളൊരു എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നു എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. എന്നുവെച്ചാൽ ചെയ്യാൻ വേണ്ടി അതുപോലെ നിങ്ങൾക്ക് ഭയങ്കര കള്ളത്തരം ഉണ്ടെന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. ഒരു കാര്യം തുറന്ന് പറയില്ല, ശരിയായ കാര്യങ്ങളൊന്നും പറയില്ല, എപ്പോഴും നുണ പറയുന്ന ഒരാളാണ് നിങ്ങൾ എന്നാണ് പേഴ്സൺ പറയുന്നത്. എപ്പോഴും എന്തെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ചോദിച്ചാൽ ഉടനെ എന്നെ സംശയമാണെന്നൊക്കെ പറഞ്ഞാൽ വളരെ ഡ്രാമ ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. നോക്ക്, 7 of Swords ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പേഴ്സൺ അറിയാമോ? അപ്പോൾ ഒരു സംശയം നിങ്ങളോടുണ്ട്. അപ്പോൾ നിങ്ങൾ അവരെ ഉപേക്ഷിച്ചതാണോ? നിങ്ങളുടെ എക്സിനെയൊക്കെ നിങ്ങളാണോ വേണ്ടെന്ന് വെച്ചത്? അപ്പോൾ അതൊക്കെ നിങ്ങളുടെ പേഴ്സൺ അറിയാം. അതുപോലെ തന്നെ നിങ്ങളുടെ എക്സുമായിട്ട് നിങ്ങൾക്ക് ഇപ്പോഴും കണക്ഷൻ ഉണ്ടോ എന്നൊക്കെ ഒരു സംശയമുണ്ട്. അപ്പോൾ ഒരു ഡൗട്ടുള്ള, ചിലപ്പോൾ ഇതിൻ്റെ ഒരു ഈ പേഴ്സൺ തോന്നൽ മാത്രമായിരിക്കും. ചിലപ്പോൾ ശരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ എക്സും ആയിട്ട് കണക്ഷൻ ഉണ്ടാവാം എന്തായാലും. പക്ഷേ നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ ഒന്നും പറയില്ല. മനസ്സിലായി? നിങ്ങൾ യെസ് പറയില്ല, നോ പറയില്ല, ഒന്നും പറയില്ല. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ പേഴ്സണ് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. നിങ്ങൾ ഭയങ്കര സർവം സഹായമായിട്ട് കാണിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഭയങ്കര കള്ളത്തരമുള്ള ആളാണെന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ തമ്മിൽ ഫൈറ്റ് ഉണ്ടാകുന്നതെന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളാണ് ഈ വീഡിയോ കാണുന്നത്. അടിപൊളി. എല്ലാം കൂടെ വലിച്ചെറിഞ്ഞു അങ്ങോട്ട്. നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല എന്നുള്ള റീഡിങ് അല്ലേ? ഇത് രണ്ടാമത്തെ പ്രാവശ്യം ഒരു റീഡിങ് അല്ലേ, കാർഡ് എല്ലാം കൂടി തട്ടിത്തെറിപ്പിച്ച് കളയുന്നത്. കർത്താവേ, പക്ഷെ എന്നാലും എനിക്ക് റീഡിങ് എടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, എൻ്റെ ജോലി ചെയ്യില്ലേ, പോയില്ലേ. നോക്കാം നമുക്ക്. അപ്പോൾ നിങ്ങൾ എന്ത് ആക്ഷനാണ്, അപ്പോൾ നിങ്ങളാണല്ലോ റീഡിങ് കാണുന്നത്. അപ്പോൾ ഫൈറ്റ് നിങ്ങൾ രണ്ടുപേരും ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണോട് നിങ്ങളാണല്ലോ റീഡിങ് കാണുന്നത്. അപ്പം ഫൈറ്റ് നിങ്ങൾ തമ്മിൽ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ റീഡിങ് കാണുന്നത് കൊണ്ടും എന്തുകൊണ്ടാണ് ഫൈറ്റ് ഉണ്ടാവുന്നത് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ളത് കൊണ്ടും നിങ്ങൾക്ക് ഈ ഫൈറ്റ് ഒഴിവാക്കാൻ എന്ത് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ചില കാർഡ്സ് പലവിട്ട് നിൽക്കുന്നു. ഓക്കെ, എല്ലാം ഷഫിളായി ഓട്ടോമാറ്റിക്കലി. എന്നാലും നമുക്ക് നോക്കാം. അപ്പോൾ എന്ത് ആക്ഷനാണ് നിങ്ങൾ എടുക്കേണ്ടത് ഇതൊന്ന്. ഓക്കെ, എന്താണ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്റ്റക്ക് എനർജിയാണ്. ഓക്കെ, നിങ്ങളൊരു കാര്യത്തിൽ പ്രശ്നത്തിൽ കയറി പിടിച്ചാൽ നിങ്ങളത് വിട്ട് കളയുന്നില്ല. ആ സിറ്റുവേഷൻ കഴിഞ്ഞു, അതങ്ങ് വിട്ട് കളയുക. അതല്ല, നിങ്ങൾ ആ ഗ്രഡ്ജ് വയ്ക്കും, ആ വൈരാഗ്യം വെച്ചിട്ട് അതനുസരിച്ച് നിങ്ങൾ പെരുമാറും. അതിനനുസരിച്ച് നിങ്ങൾ എന്താ പറയുക,
നിങ്ങൾ എന്നോട് അങ്ങനെ ചെയ്തില്ല, ഇന്ന ഡേറ്റിന് നിങ്ങൾ എന്നോട് ഇങ്ങനെ ചെയ്തില്ല, അതിനുള്ള ഇതാണ് ഞാൻ നിങ്ങൾക്ക് ചെയ്യുന്നത് എന്നൊരു മനസ്സിൽ വെച്ചിട്ടൊരു പെരുമാറ്റം. ഇത് മൈൻഡ് ഗെയിംസ് ആണ്. അങ്ങനെ നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സണോട് പെരുമാറുന്നുണ്ട്. ചിലപ്പോൾ ആ പേഴ്സണ് മനസ്സിലാകുന്നുണ്ടാവാം നിങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്നതാണ് ചില കാര്യങ്ങൾ ആ പേഴ്സണെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് എന്ന് ആ പേഴ്സണ് മനസ്സിലാകുന്നുണ്ടാവാം. അതും ഈ ഫൈറ്റിന് കാരണമാകാം. അപ്പോൾ ചിലപ്പോൾ ചിലർ റിലേഷൻഷിപ്പ് തേർഡ് പാർട്ടി ഒന്നും ഇല്ലെങ്കിലും തേർഡ് പാർട്ടി ഉള്ളതുപോലെ കാണിക്കുന്നതിനാ മറ്റുള്ളവരെ വട്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചില കുൽസിത പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അത് വിട്ടുകളയുക. ഒരു പ്രശ്നമുണ്ടായി, നിങ്ങൾ ഒരേ ഗോളാണ് നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പിലാവുമ്പോൾ നമ്മൾ ഒരേ ഗോളാണ് നമ്മൾക്ക്. നമ്മളെ റിലേഷൻഷിപ്പിൻ്റെ സക്സസ് ആണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ നമ്മളെ റിലേഷൻഷിപ്പിലുള്ള മറ്റേ ആളെ ഇടിച്ചു താഴ്ത്തിയാൽ നമുക്ക് എന്താ കിട്ടുന്നത്? റിലേഷൻഷിപ്പ് പോകും അല്ലേ? അപ്പം അത് വിട്ടുകളയുക. അങ്ങനത്തെ ഒരു സ്വഭാവം നിങ്ങൾക്ക് ഉള്ളത് അത് ഉപേക്ഷിക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. സറണ്ടർ ചെയ്ത് കളയുക. ആ ഒരു സിറ്റുവേഷനേ വേണ്ട, മൈൻഡ് ഗെയിംസ് കളിക്കുകയേ വേണ്ട എന്നാണ് പറയുന്നത് കേട്ടോ. പൈസീസ്, ജെമിനി, ക്യാൻസർ, അക്വാരിയസ്, ജെമിനി, ഇത്രയും സോഡിയാക് സൈനാണ് ഇവിടെ കണ്ടത്. രണ്ടാമത്തെ റീഡിങ് കഴിഞ്ഞു. ഇനി നമ്മൾ മൂന്നാമത്തെ ഫൈനൽ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഭഗവാനെ, കാഴ്ച തട്ടിത്തെറിപ്പിച്ച് ഒട്ടും ശരിയായില്ല. മൂന്നാമത്തെ റീഡിങ്. ഓക്കെ, നമുക്ക് ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഭഗവാനെ, ഈ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് തരാം. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. അപ്പോൾ നമുക്ക് 3 കാർഡ്സാണ് കിട്ടിയിരിക്കുന്നത്. ഒന്നാമത്തെ കാർഡ് പറയുന്നത് തേർഡ് ഐ ചക്ര, കണക്ട് വിത്ത് ഡിവൈൻ ഗൈഡൻസ്. ദിസ് കാർഡ് emphasizes the significance of harmonizing your third eye chakra to establish a profound connection with Lord Shiva and receive his divine guidance. അപ്പോൾ തേർഡ് ഐ ചക്ര തൃക്കണ്ണെന്നാണ് ഈ നെറ്റിയിലുള്ള ഒരു പോയിൻ്റാണത്, ചക്രയാണ്. അത് ക്ലെൻസ് ചെയ്യണം എന്നാണ് പറയുന്നത്. അത് റേക്കിയൊക്കെ കൊണ്ടാണെന്നാണ് മീൻസ് ഇത് ക്ലെൻസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്നാലേ ഡിവൈൻ ഗൈഡൻസ് കിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഡിവൈൻ ഗൈഡൻസ് നമുക്ക് മനസ്സിലാക്കാൻ കൂടെ ചെയ്യണമല്ലോ. നമ്മൾ മറ്റുള്ള കമ്മ്യൂണിക്കേഷനിൽ എന്താണ്, നമ്മൾ എല്ലാം കമ്മ്യൂണിക്കേഷനാണ്. ദൈവങ്ങൾ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അവർക്ക് നേരിട്ട് നമ്മളുടെ മുമ്പിൽ വന്ന് സംസാരിക്കാൻ പറ്റില്ല. നമുക്ക് ദൈവങ്ങളെ നമ്മൾക്ക് ഭയങ്കര ഉയരത്തിലാണ് വെച്ചേക്കുന്നത് അല്ലേ. അപ്പോൾ എന്തുകൊണ്ട് എന്നോട് വന്ന്, ഞാൻ ആരാണ്, എന്നോട് മീൻസ് എൻ്റെ അടുത്ത് എന്തുകൊണ്ട് ദൈവം വന്ന് സംസാരിച്ചു. അപ്പോൾ ദൈവം എന്നോട് വന്ന് സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വില കുറഞ്ഞു അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ആകാശത്ത് ദൈവത്തിനെ കാണുന്നത്. നമുക്ക് കയ്യെത്താത്ത ദൂരത്താണ് ദൈവം. അങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ദൈവം അങ്ങനെ ആയിരിക്കണം എന്ന് നമ്മൾ ആഗ്രഹം. അപ്പോൾ ദൈവം നമുക്ക് മെസ്സേജ് തരുന്നത് നേരിട്ട് സംസാരിക്കില്ല, പല സിഗ്നൽ വഴിയായിരിക്കും. ചിലപ്പോൾ ലൈറ്റായിട്ടായിരിക്കും, ചിലപ്പോൾ സ്വപ്നത്തിലായിരിക്കും, ചിലപ്പോൾ സൗണ്ടിൻ്റെ രൂപത്തിലായിരിക്കും ഒക്കെയാണ് ദൈവം നമ്മളോട് സംസാരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ദൈവത്തിനോട് ട്യൂൺഡ് ആയിരിക്കണം, എന്നാലേ നമുക്ക് മെസ്സേജസ് കിട്ടുള്ളൂ. അതാണ് ആദ്യത്തത്. പിന്നെ രണ്ടാമത്തത് കറക്റ്റിംഗ് യുവർ മിസ്റ്റേക്സ്. ഇറ്റ് ഈസ് ദ റൈറ്റ് ടൈം ടു ആക്സെപ്റ്റ് യുവർ മിസ്റ്റേക്ക് ആൻഡ് പുട്ട് യുവർ എഫേർട്സ് ഇൻ കറക്റ്റിംഗ് ദോസ് മിസ്റ്റേക്സ് ഇൻസ്റ്റെഡ് ഓഫ് റിഗ്രറ്റിംഗ്. അപ്പോൾ ഇതാണ് കറക്റ്റ് സമയം. നിങ്ങളുടെ ജീവിതത്തിലെ കറക്റ്റ് സമയം ഇതാണ്. നിങ്ങൾ ചെയ്ത തെറ്റുകൾ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക, അത് കറക്റ്റ് ചെയ്യാൻ നോക്കുക. മനസ്സിലായോ? അത് കുറ്റബോധം മാത്രം നിങ്ങളുടെ തെറ്റുകൾക്ക് പ്രായശ്ചിത്തമാകില്ല എന്നാണ് പറയുന്നത്. മൂന്നാമത്തത് misuse of power. If you are blessed with something, then use it for the benefit of you and community instead of being selfish and arrogant.
അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ ചുറ്റുമുള്ളവരുടെയും നമ്മളുടെയും നന്മയ്ക്ക് വേണ്ടി യൂസ് ചെയ്യണം. മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി അത് യൂസ് ചെയ്യരുതെന്നാണ് പറയുന്നത്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഓവറോൾ എനർജി ഏസ് ഓഫ് കപ്സ് ആണ്. ഏസ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ലവ് ആണ്. ഇതൊരു പുതിയ റിലേഷൻഷിപ്പ് ആണോ? എന്തായാലും രണ്ടു പേർക്കും ഭയങ്കര സ്നേഹമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ആരോടാണ് പ്രപ്പോസ് ചെയ്തതെന്ന് അറിയില്ല. എന്തായാലും ഒരു പുതിയൊരു ലവ് ആയിരിക്കാം. ഒരു യൂണിവേഴ്സ് ചിലപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ച് എനിക്ക് എന്നെ ആരെങ്കിലും സ്നേഹിച്ചിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ, നിങ്ങൾ രണ്ടുപേരും ഒരേ മനസ്സോടെ 2 സ്ഥലങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം നിങ്ങളെ കൂട്ടിച്ചേർത്തതായിരിക്കാം. അപ്പോൾ നിങ്ങൾ വർഷങ്ങളായിട്ട് കാത്തിരുന്ന, ഒരു വേഴാമ്പൽ കാത്തിരിക്കുന്ന പോലെ, മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന പോലെ കാത്തിരുന്ന് കിട്ടിയ ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ്. പക്ഷേ അത് ഇമോഷണലി ഡിറ്റാച്ച്ഡ് എന്ന് പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? വാക്കിംഗ് അവേ ആണ് ഇത് ശരിക്കും. 8 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഒരു സിറ്റുവേഷനിൽ നിന്ന് വാക്ക് അവേ ചെയ്യണം. അപ്പോൾ അത്ര ആഗ്രഹിച്ച് മോഹിച്ച് നിങ്ങൾക്ക് കിട്ടിയ റിലേഷൻഷിപ്പാണോ ഒരാൾ വേണ്ടാന്ന് വെച്ചത്? അതാണോ ഒരാൾ ഉപേക്ഷിച്ചത്? ക്യാൻസർ പൈസസ് വളരെ ഇമോഷണൽ ആയ സിറ്റുവേഷൻ ആണ്. ക്യാൻസർ പൈസസ് സ്കോർപിയോ ഏരീസ് ലിയോ സാജിറ്റേറിയസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിനി നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഫീലിങ്സ് എന്താണെന്ന് നോക്കാം ആദ്യം. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഫീലിങ്സ് എന്താണ്? കാർഡ്സ് വന്നു ഓട്ടോമാറ്റിക്കലി. ഇതൊരു കൺസൈൽ ചെയ്തൊരു സിറ്റുവേഷൻ ആണോ? നിങ്ങളുടെ ഒരു ഡെസ്റ്റിനിയാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. കുറേ നാൾ നിങ്ങൾക്ക് ക്രഷ് ഉണ്ടായ ആളെയാണോ നിങ്ങൾക്ക് കിട്ടിയത്? നിങ്ങൾ കുറേ നാൾ മനസ്സിൽ കൊണ്ട് നടന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ച് കിട്ടിയതാണോ നിങ്ങളുടെ റിലേഷൻഷിപ്പ്? നിങ്ങൾക്ക് ഈ പേഴ്സണെ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര കംഫർട്ടബിൾ ആണ് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ്. മനസ്സിലായി? നിങ്ങളിത് കണ്ടപ്പോൾ തന്നെ ഈ പേഴ്സണെ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി, ഇപ്പോഴും ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നോ കോൺടാക്റ്റിൽ ഇരുന്ന സിറ്റുവേഷൻ ആയിരിക്കാം. മനസ്സിലായോ? അത് കഴിഞ്ഞ് റിലേഷൻഷിപ്പിലേക്ക് വന്നതായിരിക്കാം, രണ്ടാമത്തെ റിലേഷൻഷിപ്പിലേക്ക് വന്നതായിരിക്കാം. നിങ്ങളുടെ സ്കോർപിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ അതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഫീലിങ്സ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? ഏസ് ഓഫ് സ്വേർഡ്സ്. നിങ്ങളുടെമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര ഡിസപ്പോയിൻറ്റ്. അപ്പോൾ വളരെ ആഗ്രഹിച്ച് 2 പേര് ഒത്തുചേർന്നതാണ്. പക്ഷേ റിലേഷൻഷിപ്പിലേക്ക് വന്നപ്പോൾ 2 പേർക്കും നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ പേഴ്സണോട് ഭയങ്കര പേഴ്സണായിട്ട് ഡിസ്കണക്റ്റഡ് ആണ്. നിങ്ങൾ നോ കോൺടാക്റ്റിലാണ്. അപ്പോൾ നിങ്ങളിപ്പോഴും ഈ പേഴ്സണെ ഭയങ്കര സ്നേഹത്തോടെയാണ് ഓർക്കുന്നത്. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിലേക്ക് വന്നപ്പോൾ ഇത് ഭയങ്കര ഒരു ഡിസ്കണക്റ്റ് വന്നു, ഡിസപ്പോയിൻമെൻറ്റ് വന്നു എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ വളരെ പ്രതീക്ഷയോടാണ് റിലേഷൻഷിപ്പിലേക്ക് വന്നത്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ ആ പ്രതീക്ഷയെല്ലാം തകർന്നു പോയി എന്നാണ് പറയുന്നത്. ഇവിടെ സോഡിയക് സൈൻ സ്ട്രോങ് ഒന്നും കാണിക്കുന്നില്ല. മനസ്സിലായോ? വളരെ ഒരു സെക്യൂരിറ്റി ഇല്ലാത്ത പോലെ, ഒരു സെക്യൂർ റിലേഷൻഷിപ്പ് അല്ലാത്ത പോലെ. ചിലപ്പോൾ ഇതൊരു തേർഡ് പാർട്ടി കണക്ഷൻ ആയിരിക്കാം. നിങ്ങൾ 2 പേരും ഓൾറെഡി മാരീഡോ ഓൾറെഡി വേറെ റിലേഷൻഷിപ്പിൽ കമ്മിറ്റഡ് ആയിരിക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തുടങ്ങിയ റിലേഷൻഷിപ്പാണ്. അപ്പം ഇവിടെ നിങ്ങൾ കൂടുതൽ ഈ പേഴ്സണോട് അറ്റാച്ച് ചെയ്യാൻ നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഈ പേഴ്സൺ ഭയങ്കര ഇൻസെക്യൂർഡാണ് ഇപ്പോൾ പേഴ്സൺ. അതുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് ഈ പേഴ്സൺ നിങ്ങളടുത്ത് കൂടി ചേരണമെന്നുണ്ട്, നിങ്ങളോട് റിലേഷൻഷിപ്പ് വെക്കണമെന്നുണ്ട്. പക്ഷെ ഒരു ധൈര്യമില്ല. കാരണം നിങ്ങൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യാൻ പോകുന്നതെന്ന് ഈ പേഴ്സൺ അറിയില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് എക്സ്പെക്റ്റേഷനിലാണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിലേക്ക് പോയത്? വളരെ ഡിഫിക്കൽട്ടായ ഡിസിഷൻ ആയിരുന്നു നിങ്ങൾക്ക്. മനസ്സിലായി? നിങ്ങൾ വളരെ ആലോചിച്ച് ചെയ്ത ഒരു കാര്യം റിലേഷൻഷിപ്പിൽ വർക്ക് ചെയ്യാൻ. അപ്പോൾ ഈ പേഴ്സൻ്റെ സ്വഭാവം നിങ്ങൾക്ക് നേരത്തെ അറിയാം. ഈ പേഴ്സണെ ചൂസ് ചെയ്യാന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടാണ്. നിങ്ങളുടെ ഒരാളുടെ സ്നേഹം കൊണ്ട് മാത്രം, നിങ്ങൾക്ക് ഈ പേഴ്സണോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഈ പേഴ്സണെ ചൂസ് ചെയ്തത്. അതും നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും ഞാൻ റിലേഷൻഷിപ്പിൽ വർക്ക് ചെയ്യാം, ഈ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആക്കാനുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഞാൻ ചെയ്തോളാം എന്നാണ് നിങ്ങൾ വിചാരിച്ചത്. റിലേഷൻഷിപ്പിലേക്ക് കയറിയപ്പോൾ ഈ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ കയറിയപ്പോൾ എക്സ്പെക്റ്റേഷൻ എന്തായിരുന്നു?
ഈ പേഴ്സൻ്റെ ലൈഫിൽ ഓൾറെഡി ഒരാളുണ്ട് കേട്ടോ. അപ്പോൾ ഈ പേഴ്സൺ തേർഡ് പാർട്ടി കണക്ഷൻ ആണ്. ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ കയറിയപ്പോൾ ഈ പേഴ്സൺ വളരെ ട്രഡീഷണലായ ഒരാളാണ്. അപ്പോൾ ഈ പേഴ്സണൽ ലൈഫിലുള്ള കറണ്ട് പാർട്ട്ണറെ ഉപേക്ഷിക്കാനേ പറ്റില്ല. നിങ്ങളപ്പോൾ ഒരു സെക്കൻഡ് പേഴ്സൺ ആയിട്ട്, ഒരു തേർഡ് പേഴ്സൺ ആയിട്ട് ഇവിടെ നിൽക്കേണ്ടി വരും എന്ന ഒരു കൺഫർമേഷൻ ഈ പേഴ്സൻ്റെ മനസ്സിലുണ്ട്. അത് അന്നുമുണ്ട്, ഇന്നുമുണ്ട്, എന്നും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രേക്ക് തന്നു എന്ന് ഈ പേഴ്സൺ അറിയാം. അല്ലെങ്കിൽ ഈ പേഴ്സൻ്റെ കറണ്ട് പാർട്ട്ണർ ഈ പേഴ്സണ് ഹാർട്ട് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് കറണ്ട് പാർട്ട്ണർ എന്ന് പറയുമ്പോൾ വൈഫ് ആവാം, ഹസ്ബൻഡ് ആവാം. അപ്പോൾ ഈ പേഴ്സൻ്റെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒട്ടും ഹാപ്പി അല്ല. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളൊരു അത്താണിയായിട്ട് മാറുകയാണ് ഈ പേഴ്സണ്. ഈ ഹാർട്ട് ബ്രേക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് വെച്ചത്. അല്ലാതെ ഈ പേഴ്സൺ നിങ്ങളെ വിവാഹം കഴിക്കണമെന്നോ ലോങ് ടേം റിലേഷൻഷിപ്പിലേക്ക് പോകണമെന്നോ ഈ പേഴ്സൻ്റെ കറണ്ട് പാർട്ട്ണറെ മാറ്റണമെന്നോ ഒന്നും ആഗ്രഹിച്ചില്ല നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് വന്നപ്പോൾ. പണിയാണ്. അപ്പോൾ നിങ്ങൾ പക്ഷേ എല്ലാം ഈ പേഴ്സണിന് വേണ്ടി ത്യജിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പേഴ്സണുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്? എന്ത് കാരണം കൊണ്ടാണ്? നിങ്ങൾക്ക് ഈ പേഴ്സണിൻ്റെ കുഞ്ഞിനെ വേണോ? എന്തോ ഒരു കാര്യമുണ്ടല്ലോ, ഈ പേഴ്സൺ നിങ്ങളുടെ കുഞ്ഞിന് ജന്മം കൊടുക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇവിടെ ഒരു ഹാപ്പിനെസ് ഇല്ല. നിങ്ങൾ വളരെ ആഗ്രഹിച്ച് മോഹിച്ച് റിലേഷൻഷിപ്പിൽ വന്നതാണെങ്കിലും ഈ പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിച്ച് പോയി. അതാണ് നിങ്ങൾ ഈ പേഴ്സൺ. അപ്പം ഈ പേഴ്സൺ ഇടയ്ക്ക് നോ കോൺടാക്റ്റിലേക്ക് പോകും. എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ അല്ല ഈ പേഴ്സൺ. അതുകൊണ്ട് നിങ്ങളുടെ ഹാപ്പിനെസ്, നിങ്ങൾ പ്രതീക്ഷിച്ച ആ ഒരു ഹാപ്പിനെസ് ഈ റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല. അതിൽ നിന്നാണ് നിങ്ങൾക്ക് ദേഷ്യം വരുന്നതും നിങ്ങൾ ഈ പേഴ്സണുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതും. ഇവിടെ ലിയോ സോഡിയാക് സൈൻ ആണ് കാണിക്കുന്നത്. ഈ പേഴ്സൺ എന്തുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്? ഓക്കെ, ഈ പേഴ്സൺ പീസ്ഫുൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത്. മനസ്സിലായോ? പക്ഷേ നിങ്ങൾ ഈ പേഴ്സൺ കള്ളത്തരം കാണിക്കുന്നുണ്ട്. നിങ്ങൾ പറയുന്നുണ്ട്, മീൻസ് നിങ്ങൾ എന്ത് തരത്തിലും ഈ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആക്കാനുള്ള ഒരു ഇതാണ്. അപ്പം നിങ്ങൾക്കറിയാം ഇവിടെ ഒരു ഫ്യൂച്ചർ ഇല്ലാന്ന്. പക്ഷെ നിങ്ങൾ ഈ പേഴ്സണോട് പറയും, നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്തില്ലേ കുഴപ്പമില്ല, നിങ്ങൾ ആരുടെ കൂടെ പോയാലും കുഴപ്പമില്ല, വൈഫിൻ്റെ കൂടെ ഹസ്ബൻഡിൻ്റെ കൂടെ ആരുടെ കൂടെ ആയാലും കുഴപ്പമില്ല, നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി, എനിക്ക് നിങ്ങൾ മരണം വരെ നിങ്ങളെ കണ്ടാൽ മതി, ആന ചെയ്യണമെന്നൊക്കെ നിങ്ങൾ പറയുമെങ്കിലും ഈ പേഴ്സൺ കുറച്ചൊന്ന് നിങ്ങളോട് അടുക്കുമ്പോൾ നിങ്ങൾ ആ പേഴ്സണെ മുറുക്കെ പിടിക്കാൻ നോക്കും. പിന്നെ വിടാതിരിക്കാനുള്ള ഒരു എന്താ പറയുക, ഞണ്ട് പിടിക്കുന്ന പോലെയാണ്, ഉടുമ്പ് പിടിക്കുന്ന പോലെയാണ് നിങ്ങൾ പിടിക്കുന്നത്. അത് ഈ പേഴ്സൺ അപ്പോൾ നിങ്ങൾ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നതൊന്ന്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ഡിഫെൻഡ് ചെയ്യാൻ, നിങ്ങളിൽ നിന്ന് അകന്നാണ് നിൽക്കുന്നത്. പീസ് ഓഫ് മൈൻഡ് കിട്ടുന്നില്ല ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ. അതുകൊണ്ടാണ് ഈ പേഴ്സൺ നിങ്ങളോട് ഫൈറ്റ് ചെയ്യുന്നത്. ഇത് ശരിക്കും ഫൈറ്റ് അല്ല, ഓപ്പൺ ഫൈറ്റ് അല്ല. ഈ പേഴ്സൺ മുങ്ങിക്കളയും. മനസ്സിലായോ? എന്തെങ്കിലും നിങ്ങളൊരു ഇമോഷണൽ ഡയലോഗ് പറയുമ്പോൾ ഈ പേഴ്സൺ മുങ്ങും. അതാണ് ചെയ്യുന്നത് ഈ പേഴ്സൺ. ഓക്കെ, നിങ്ങൾക്ക് എന്ത് വ്യത്യാസം വരുത്താൻ പറ്റും ഈ റിലേഷൻഷിപ്പിലെ വഴക്ക് മാറ്റാനായിട്ട്? നോക്കട്ടെ. നിങ്ങൾ കുറച്ചും കൂടെ മനസ്സിന് ശക്തി വരുത്തുക. മനസ്സിലായോ? നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ മുഴുകാൻ നോക്കുക. ആ പേഴ്സണെ നിങ്ങളിലേക്ക് വരുത്താനുള്ള പോസിറ്റീവായ വഴികൾ നോക്കുക. ഫിസിക്കലി ഒരാളെ പിടിച്ചിരുത്തുക, അല്ലെങ്കിൽ അയാളെ ചങ്ങലക്കിടുക, അല്ലെങ്കിൽ ഒരാളെ മുറിയിലിട്ട് പൂട്ടുക, അതല്ല അങ്ങനെയല്ല നമ്മൾ ഒരാളുടെ സ്നേഹം പിടിച്ചു പറ്റാൻ നോക്കേണ്ടത്. നമ്മളുടേതായ ഇൻഡിവിജ്വാലിറ്റി, നമ്മൾ ഫ്രീ ആണ്, നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആണ്. അങ്ങനെ വരുമ്പോഴാണ് മറ്റുള്ളവർ നമ്മളടുത്ത്. ഈ കരിസ്മ എന്ന് പറഞ്ഞാൽ എന്താണ് സാധനം? ഒരു കരിസ്മ എന്ന് പറഞ്ഞ ഒരു വേർഡാണത്. CHARISMA. ആ ഒരു വേർഡ് എല്ലാവർക്കും ഇല്ല, ചിലർക്കേ ഉള്ളൂ. ചിലരുടെ സംസാരത്തിൽ മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യും. അവർ ഇൻഡിപെൻഡൻ്റ് ആണ്. മനസ്സിലായോ? അഥവാ അവരുടെ ഉള്ളിൽ ഇൻസെക്യൂരിറ്റി ഉണ്ടെങ്കിൽ അവർ കാണിക്കില്ല. കാരണം അവർക്കറിയാം അവർക്ക് മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യാനുള്ള ശക്തി ഉണ്ടെന്ന്. ആ ഒരു നമ്മൾ വളർത്തിയെടുക്കണം. മനസ്സിലായോ? നമ്മളെപ്പോഴും ക്ലിങ്ങിയാണ്. ഒരാൾ ചിരിച്ചു കഴിഞ്ഞാൽ ഉടനെ അയാൾ നമ്പർ മേടിച്ച് അയാൾ ഏത് നേരം വാട്സാപ്പ് നമ്പറിൽ മൊബൈലിൽ അയാൾക്ക് ഇഷ്ടമാണോ ഇഷ്ടമല്ല എന്നല്ല, ഏത് നേരവും അയാളെ കോൺടാക്ട് ചെയ്യുക, അയാൾ ശ്വാസം എടുക്കാൻ സമ്മതിക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആൾക്കാർ ഓടിക്കളയും. അപ്പം നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും എന്താ പറയുക, നമ്മളുടേതായ ഒരു ജീവിതം കെട്ടിപ്പടുക്കുക, നമ്മളുടേതായ ഹോബീസ്, നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങുക. ഒറ്റപ്പെട്ട് മൊജോറിറ്റി ആൾക്കാർ ഒരാളെ ഇഷ്ടപ്പെടുമ്പോൾ എല്ലാം കൂടെ അയാളെ സമർപ്പിക്കുകയാണ്. പിന്നെ ലോകത്ത് വേറെ ആരുമില്ല അവർക്ക്. അങ്ങനെ വരുമ്പോൾ അയാൾക്ക് പേടിയാവും, അയാൾ ഓടിക്കളയും. മനസ്സിലാവുണ്ടോ? ചിലരത് മിസ്യൂസ് ചെയ്യും, മനഃപൂർവ്വം മൈൻഡ് ഗെയിംസ് കളിക്കും. ഞാൻ പോയാൽ നീ എന്ത് ചെയ്യും? ഇതൊക്കെ ഒരുതരം സൈക്കോ പ്രോബ്ലം ആണത്. അപ്പോൾ അത് പാടില്ല. ആ പേഴ്സണെ ഫ്രീ ആയിട്ട് വിടുക. പേഴ്സൺ തിരിച്ചു വരും. അപ്പോൾ നിങ്ങൾ അതാണ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ ചെയ്യുക, ഫ്രീഡം എടുക്കുക, ഇൻഡിപെൻഡൻ്റ് ആവുക. ആ പേഴ്സൻ്റെ പുറകെ വാലി തൂങ്ങി നടക്കരുത്. വിലയുണ്ടാവില്ല. ഇവിടെ വിലയില്ല, അതാണ് പ്രശ്നം. ജെമിനായി, ക്യാൻസർ,
ലിയോ, ടോറസ്, ലീബ്ര, ടോറസ്, സ്കോർപ്പിയോ. ഇത്രയുമാണ് സോഡിയാക് സൈൻ സ്ട്രോങ് ആയിട്ട് കണ്ടത്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ റീഡിങ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ എൻ്റെ റീഡിങ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. ദൈവം നിങ്ങൾക്ക് സമാധാനവും സംതൃപ്തിയും സന്തോഷവും സമൃദ്ധിയും തരാനിടവരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ടേക്ക് കെയർ. ബൈ ബൈ. സീ യു.